ഇന്നത്തെ ചിലകുടിയിലേ കോഴി ഇങ്ങനെ ഉണ്ടാക്കണ്ടേ. പക്ഷെ നമ്മൾ വാട്സപ്പിലെ കാണുന്ന മാതിരി ഒരു സാധനം ഉണ്ട്. അതായത് വെറും ചുവന്ന മുളക് മാത്രം അരച്ചിട്ട് മിക്സ് ഒരു സാധനം. ഇപ്പൊ പഴയ മാതിരി മല്ലിപ്പൊടിയൊക്കെ ഇട്ടാണെന്നും ഒരു ടേസ്റ്റ് കിട്ടില്ല. ഇച്ചൈനെ ഈ ഇറച്ചി മിന്നുന്ന വലിയ മാറ്റിട്ടുണ്ട് ചേട്ടോ. പച്ചക്കറി ആണെങ്കിൽ സൂപ്പറാവും. ചേലും ചെയ്യുമ്പോക്കെ അതാ തടിക്ക് നല്ലത്. പൊന്നാരായ മുട്ടിലെ ഞാൻ അങ്ങോട്ട് കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ മറ്റേ ചിലകുടി പോയപ്പോ അവിടെ വർത്താനം പറഞ്ഞിരിക്കണേ. അതായത് പച്ചക്കറി നല്ലതെന്നൊക്കെ ആയി. ആ മുട്ടുകാരെ ഇങ്ങോട്ട് കാര്യം കേൾക്കണം. ബാവോലേരെ ദുനിയാവ് കറങ്ങൊരു മനസ്സിലാണ്. എല്ലമല ഗൂഡല്ലൂർ മുതൽച്ച് വയനാട് മുതൽച്ച് എന്തിനു പറയുന്നത് സംസ്ഥാനം വിട്ട് വരെ ഗുഡല്ലൂർ പോയിട്ടില്ലാനേ. ഉടക്ക് എന്താ മനസ്സിലാ നിങ്ങൾ തുടക്കക്കാരനാ. അതാണ് നിങ്ങൾക്ക് തരാത്ത്. പണ്ട് ഞാൻ വയനാട് ഒരു പോക്ക് പോയി. അവിടെ ഇതേമാതിരി ആളാവാൻ വേണ്ടി ഞാനൊരു ബാതിൽ പറഞ്ഞു. എന്താ അറിയോ, ഈ നോമ്പ് തുറക്കുമ്പോൾ ഏറ്റവും നല്ലത് ഈത്തപ്പായത്തിൻ്റെ കീറ് മതീന്ന്. അതേപോലെ അത്തായത്തിനൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴേ പണ്ടത്തെ കാലത്തൊക്കെ ഈ വീട്ടിൻ്റെ മുമ്പിലാണ് ചീയൻ്റെ ഇലയും മത്തൻ്റെ ഇലയും മുരിങ്ങൻ്റെ ഇലയൊക്കെ നമ്മൾ തിന്നീണ്ടേ. അന്ന് നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു. ഇന്ന് എന്താണ് കുഴിമന്തി മത്തിയത് മറിച്ചത് കോഴി ആട് ഇതൊന്നും ഞാൻ അത്തായം കഴിക്കോ? ഒറ്റ പറഞ്ഞ വാക്ക് പറയുന്നത് ഓർമ്മ. എന്ത് അങ്ങോട്ട് വരി, ഞാൻ പറഞ്ഞുതരാം. നോമ്പറക്കാൻ വേണ്ടി ഓരോ വീട്ടിലും പോയപ്പോഴേ സകല വീട്ടിലും ഓരോ ഈത്തപ്പഴത്തിന്റെ കീറ് പടച്ച തമ്പുരാനെ ഇടങ്ങാരുടെ കൂടിയായില്ല തിന്നാ സാധനം തന്നെ ഞാൻ അത് തുന്നത്ത് പറഞ്ഞാലേ ഞാനേ പറഞ്ഞു വിട്ടൂലേ. അങ്ങനെ പോയിട്ട് നോമ്പ് തോറിന്റെ കാര്യം അങ്ങനെ അത് പോട്ടെ. അത്താഴത്തിന്റെ കാര്യം കേൾക്കാനൊക്കെ ഞാൻ വേറെ പറഞ്ഞല്ലോ. പിന്നെ വീട്ടിൽ ഏറ്റവും നല്ലത് വീട്ടിലുണ്ടാക്കുന്ന ഇലകളാണ് നല്ലത് എന്നുള്ളത്. അത് പറഞ്ഞോട് കൂടി ഓരോ വീട്ടിൽ ചൊല്ലുമ്പോഴും മുരിങ്ങന്റെ ഇല ചീരന്റെ ഇല ആ പറമ്പിലുണ്ടാകുന്ന സകല ഇലയും ഒരു താളിച്ച് തരാം. എന്തിനു പറഞ്ഞു പുള്ളിച്ചേമ്പിന്റെ ഇല വേറെ താളിച്ചു തന്നില്ല. അത് പോട്ടെ, കഞ്ഞിത്തുകന്റെ ഇല അറിയാമെങ്കിൽ അതിന്റെ വാപ്പയെ പിറ്റേന്ന് രാത്രി ഞാൻ അവിടെ പാഞ്ഞിക്ക രാത്രി ആ മഹലിൽ പാഞ്ഞിക്കാം. അതെന്തിനാ സ്ഥലങ്ങൾ പാഞ്ഞതവിടുന്ന്? അത് ശരി, പായാണ്ടക്കോ ഒരാഴ്ച കൂടെ നിൽക്കുകയാണെങ്കിലേ ഞാൻ ചാണകം തൂടിണ്ടാവും. അറിയാം എനിക്ക് നടക്കി കിട്ടി തീർച്ചാ നിൽക്കണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു തന്നറിയോ, ഓരോ പേരിലും പോയി വാക്ക് പറയുമ്പോ ശ്രദ്ധിച്ചു വേണം, അല്ലെങ്കിൽ പാട്ടി നടക്കേണ്ടി വരും. ഇച്ച് കിട്ടുന്ന കോഴി കൂടി ഇല്ലാണ്ടാവും എന്റെ പച്ചക്കറി കൊണ്ട്. അനുഭവസ്ഥാനാണേ. അനുഭവത്തിന് വിളിച്ചിട്ടായി പറഞ്ഞോക്കാം. ഓക്കെ ഉസ്താദേ, സംഭവമൊക്കെ ശരിയാ ഉസ്താദേ. പക്ഷെ ഈ മുടി വളർത്തുന്നത് നമ്മൾ ഉസ്താദ്മാർക്ക് പറഞ്ഞില്ല. ഈ മഹലിൽ എല്ലാവരും പറയുന്നത് പൊന്നാരായ മുട്ടവരെ ഇത് ശരിക്കും പഠിച്ചാൽ ഉസ്താദനല്ലേ. പിന്നെ നാട്ടുകാർ പറഞ്ഞോട്ടെ, ഓൽക്കാൻ പറ്റിയ അറിവ് ചെയ്യേണ്ടത്. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ മുടി ബാക്ക് വളർത്തൽ സുന്നത്താണ് നമ്മളെ മുസൽമാന്. അതൊന്നും അറിയില്ല നടക്കിങ്ങളെ. അങ്ങനെ പിന്നല്ലാണ്ട് അതൊന്നും അറിയാതെ അല്ല കുട്ടിയെ തൊട്ടടി മാസം കൂടി നമ്മനെ പോണേ. ഇന്ന് രാവിലെ എന്റെ അപ്പ മരിച്ചല്ലേ? അത് ശരി, ഞാൻ അറിഞ്ഞിക്കണേ. എന്നായിക്കോട്ടെ, കുട്ടിയെ പരിഗം പോയിക്കോട്ടോ. ചിക്കറും ഗുലാബിയോ? ആയിക്കോട്ടെ, എന്നാ പോയിക്കോ. എന്താ മനെ, എന്തിനാ കുട്ടി നോളിച്ചണേ? മുനുവിന്റെ പപ്പ മരിച്ചു. അയൽവാസിയാണ്. കുട്ടി നോളിച്ചണ്ട. കുട്ടിക്ക് കുട്ടിന്റെ പപ്പാനെ ഓർമ്മ ഉണ്ടാവൂലേ? അല്ല ഉസ്താദേ, എന്റെ ഞാൻ ജനിച്ചതിന് മുമ്പേ മരിച്ചിരുന്നു. എന്നിട്ട് മുനീറിന്റെ പപ്പ മരിച്ചിട്ട് അവനക്ക് 4 ദിവസം ലീവ് കിട്ടിയില്ലേ? ആ മനെ, ചെറുക്കന്മാർക്ക് കുലാബി അലുവിയാണ് ഓർമ്മയുണ്ട്. മോന്റെ വീട്ടിലെ നാളെ ചെലവ് പറയാൻ പറഞ്ഞല്ലോ. എന്താ മോനെ ഇവിടെ എന്നാ? ഞാൻ എന്നാലേ അവിടെ പറയാൻ പറഞ്ഞാണേ, നാളെ നിങ്ങളെ വീട്ടിലുള്ള ഉസ്താദ്മാർ ചെലവ് കേട്ടോ അമ്മാട് പറഞ്ഞാണ്ടി. എന്നാ ആയിക്കോട്ടെ. എന്നാ എന്തൊരു കോഴിക്കളെ റബ്ബേ ഇതോടെ ഇവിടെ ഒരു കോഴിക്കളെ വളർത്തിയിട്ടില്ലെങ്കിൽ ഒറ്റ ഒന്നും ഉണ്ടാവില്ല. അതിനകത്ത് കോഴിക്കളെ വന്നിട്ട് ഒഴിവ തിന്നാനും വരും. ഇന്ന് ചെലവിനെ ഒരു ഉസ്താദ് ഉണ്ടാവുള്ളൂ കേട്ടോ. മായമുടി ഉസ്താദ് നാട്ടിൽ പോവാണേ. പറഞ്ഞോ, ഒരാളുണ്ടാവുള്ളൂ ചെലവിന്. ആയിക്കോട്ടെ. അല്ലാ
ഉസ്താദ് പറഞ്ഞ ഉമ്മയോട് പറയാൻ മറന്നല്ലോ. എത്ത് പറ്റാതെ ഈ നാട്ടിലെ കോഴിക്കള് മുഴുവൻ ഇവിടെ ഇല്ലേ? കോഴിക്കാട്ടെ ചോട്ടാണ് പോണു. അതന്നെ കോഴിക്ക് ഇന്ന് ഞാൻ സെറ്റാക്കി കൊടുക്കാം. അതൊക്കെ നിക്കട്ടെ അമ്മച്ചി, ഇന്ന് ഉസ്താദിന്റെ ചെലവാണ്. ചെലവോ? ആ ഞാൻ പറയാൻ മറന്നതാണ്. മറ്റത്ത് നിനക്ക് കുറച്ച് നേരത്തെ പറഞ്ഞുവിടേരാ. ഹെസ്ബിൽ പതിനങ്ങളായ തമ്പുരാനെ ഇവിടെ എന്റെ കയ്യിലാണെങ്കിൽ 5 പൈസ ഇല്ല. ആ നെയ്ച്ചോറിന്റെ അരി എന്തായാലും ഇവിടെ ഉണ്ട്. ഇതിലേക്ക് ഞാൻ ഇപ്പൊ എന്ത് കറിയാ ഞാൻ ഉണ്ടാക്കാം? റബ്ബേ, കടക്കട്ട ഓരോ തോട് തന്നെ തുങ്ങനും കാട്ടപ്പറ്റൊക്കെ കൂർക്കം പൂച്ചാണ് വിചാരിച്ചോളൂ. എടി ഇതിന്റെ കോയിനൊക്കെ കണ്ടോ? എന്റെ പുള്ളിക്കോയിനെ നേരം വെളുക്കുമ്പോ മുതൽ കാണുന്നില്ലേ? ഒരു ഉട്ടൊക്കെ ചെയ്തു കൂടി ഞാൻ ഇവിടെ എവിടെയും കാണുന്നില്ല. എവിടേക്കും പോകാത്തതാണ്. എവിടെ ഒന്നും കാണണല്ലേ എന്റെ കോയിനെ. അസ്സലാമലൈക്കും. ഞാൻ പറയുന്നു. ആയിക്കോട്ടെ, ഞാൻ ചോറ് എടുത്തോ ഉസ്താദേ. ആയിക്കോട്ടെ. എടി ഇവിടെ എവിടെയും കാണാനില്ലല്ലോ പുള്ളിയെ. പോയി നല്ല നാടൻ കോഴിന്റെ മണാണല്ലോ. നല്ല മണം. കോഴി നാടൻ കോഴിയാണല്ലേ? ആ നാടൻ കോഴിയാണ് ഉസ്താദേ. 4 മാസായിട്ടേ ഞങ്ങള് വളർത്തിയതാ. ഇന്നിപ്പോ നിങ്ങൾക്കും വേണ്ടി അർത്തു. ആ തേങ്ങ ചുട്ടുകാണ്ട് ചെത്തിക്കാണ്ട് ഇട്ടിക്കണ ആ കറിക്ക് ഉണ്ടാവൂലേ? ഇല്ല ഉസ്താദേ, തേങ്ങ ഒന്നും ഇട്ടിട്ടില്ല. ആ തേങ്ങ ഇടാൻ പാടില്ലേ? ചില ആൾക്കാർക്ക് നാടൻ കോഴിക്ക് തേങ്ങ ചുട്ടുകാണ്ട് എടുത്തുകാണ്ട് ചെത്തി 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 ഇട്ടുകാണ്ട് ഒരു കറിക്കലേ അത് കൊള്ളൂല. രസം ടേസ്റ്റ് ഉണ്ടാവില്ല. അത് ഇത് പൊളിയാക്കാരോ നല്ല മണം. ആ എന്നാ ഇരുന്നോളൂ ഉസ്താദേ. ആ ഇരിക്കല്ലേ? എന്റെ പുള്ളിക്കോയിനെ കണ്ടതേ നിങ്ങളതായിരുന്നു ആ പുള്ളിക്കോഴി. ആടി എന്റെ കോഴി ആയിരുന്നു അതേ. ആ പുള്ളിക്കോയിനെ ഇജ്ജ് കണ്ടോ? ആ കോഴിന്റെ തൊങ്ങലും ചിറകും ഒക്കെ അവിടെ തൊടിയിൽ കിടക്കുന്നുണ്ട്. കുറച്ചോനെ എന്റെ കോഴിനെ കുറുക്കം പിടിച്ചോ? നിങ്ങൾ ഇങ്ങോട്ട് വരും. നിങ്ങളോടൊരു കാര്യം പറയാം. ഈ കുറുക്കനല്ലത് കുറുക്കത്തി പിടിച്ചോണ്ട് പോയതാണ്. കുറുക്കത്തിയോ? അതാരാ? അതെ, അപ്പുറത്തെ വീട്ടിലെ റസിയെ അതിനെ കശാപ്പാക്കി കഴിച്ചേക്കുന്നു. പിന്നെ റസിയൊന്നും ആ പണി കഴിച്ചൂല. കൊല്ലത്തെ ആ ഏഷ്ണിയൊന്നും ഇവിടെ എടുക്കണ്ട. അതൊന്നും ഇവിടെ നടക്കൂല. ആ നിങ്ങളത് പറയണ്ട. റസിയ അങ്ങനൊന്നും കാട്ടൂല എന്നല്ലേ നിങ്ങൾ പറയുന്നത്. ഇന്ന് റസിയ ആ കോഴിയെ കറി വെച്ചതിന്റെ വാസന കേട്ടിട്ടാണ് ഞാൻ ഇന്ന് പുട്ട് കഴിച്ചത്. റസിയ അങ്ങനെ കാട്ടിയോ?
ഇന്നോളം മജ്ജത്ത് ഞാൻ എടുക്കും. ഞാൻ എങ്ങനെങ്ങാനും വളർത്തിയ കോഴിയാണ് അത്. നല്ല അച്ചാറുണ്ട്, സുർക്കച്ചാറ്. ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. തലയിൽ വെച്ച പേനടിച്ചു, താഴ്ത്തച്ച ഉറുമ്പ് പഠിക്കുന്നുണ്ട്. അങ്ങനെ വെച്ചുണ്ടാക്കിയ കോഴിയാണ് ഞാനത്. ഓ കഴിഞ്ഞ ഞാന് തിന്നാൻ കൊടുത്തിക്ക് ഓണാക്കുക. ആ പറ്റൂലല്ലോ. എടി ഇവിടെ പറഞ്ഞ റസിയ വാതില് കറക്കടി. ആ ഇജ്ജ് നല്ല മുണുങ്ങാണില്ലടി എന്റെ കോഴിനെ. ആ അടക്ക് ഞാൻ തരാം. ഇപ്പുറത്ത് വാതിൽ അടച്ചാണ്ട് ഇജ്ജ് അപ്പുറത്ത് പോയി നടക്കാവും. കോഴി കച്ചാറും നെയ്ച്ചോറും എടി ബലാലേ ഇവിടെ വാടി. എവിടെ പോയി നിക്കണത്? പറഞ്ഞ പോലെ തന്നെ എന്റെ പുള്ളിക്കോയിന്റെ മണം. ഇവിടെ വാടി ചൂലേ, ഇവിടെ വാടി. ഉളുപ്പുണ്ടടി എനക്ക്. ഞാൻ വളർത്തിണ്ടാക്കിയ കോയിനെ വെട്ടിമുറിച്ച് കോഴി കൂട്ടാണ്ടാക്കാനി. ഇറങ്ങടി ഇങ്ങോട്ട്. അനക്ക് ഈ ഭദ്രകാളി ആയുസ്മൂനെ അറിയില്ല എനക്ക്. ആ എന്നിട്ട് ഇറങ്ങേ. ഇന്റെ കോയിനെ വെട്ടിമുറിച്ച് നിറച്ചാണ്ട്. അത്ര വലിയ ഉൾപ്പുണ്ടെങ്കിലേ 4 ഭാഗത്തും വെയിലെടുക്കാണ്ട് അതിനുള്ളിൽ വളർത്തിയേക്കാരാ. അല്ലാതെ നേരെ മുതൽ ഇങ്ങോട്ട് കഴിച്ചുവിടേക്കാരാ. ഇതൊരു കുട്ടികളെ ചന്തയും പോലെ എങ്ങനെ ചന്തയെ കൊടുക്കലേ? ഇവനോ ഇവനത് ഞാൻ വെട്ടിമുറിച്ച് കുറച്ചും പോരാ അല്ലേ? എന്റെ കോഴി ഇങ്ങോട്ട് വരിക തൂറ, ഞാൻ കോരിടുക. ഇങ്ങോട്ട് വരിക തൂറ, ചന്തയൊക്കെ കോരിടുക. അതന്നെ എനിക്കുള്ള പണി. പിന്നെ കോയിനൊക്കെ എന്നാ ഞാൻ കുറേക്കേണ്ടീന്. ആ ഇജിന്റെ കോയിനെ കൂട്ടാൻ വെക്കുമല്ലോടി. ഇവിടെ വാടി. കൊല്ലാടോ പോയിക്കോട്ടെ. ഞാൻ നേരം പോയി ഇങ്ങോട്ട് കഴിച്ചിട്ട് എനിക്കിവിടെ വേറെ പണിയൊന്നും ചെയ്തില്ലേ? ഞാൻ പോയിക്കോട്ടെ. ഞാൻ പോയിട്ട് പോവാ പറച്ചാൻ എന്റെ തിരുരങ്ങാടിയെ എന്താ ഇന്ത്യ പാകിസ്ഥാനി യുദ്ധോ? ഏയ് കല്യാന്നാണ് ഓള് പറഞ്ഞത്. പറച്ചാൻ തൊടല് കയറാൻ പാടുള്ളത് അന്യ പുരുഷന്. ഇപ്പോഴത്തെ കാട്ടത്ത് ടച്ച് ചെയ്യാൻ പോവല്ലോ. പോയോ ഒന്ന് മാറിക്കിൻ. എന്താ പമ്പറത്ത് തിമ്പാൻ തല്ലൂട്ടിവിടാ. മാറിക്കേ. ഇവിടെ തന്നെ കാട്ടിയത് അറിയോ? ഇന്റെ കോയിനെ കൊണ്ടുപോയാണ്ടേ കൂട്ടാൻ വെച്ചുക്കണു. ഓള് ഞാന് സബൂറാക്കണം. ഞാൻ ഓണം അടിച്ചതാണ്. അത് നിങ്ങക്ക് കൊണ്ടത്. ആടി ഇജ്ജെന്നെ തല്ലൂല്ലേ? നോക്കിയിട്ട് കാര്യമില്ല. 10 മാമത്തെ അട കൊടുക്കാൻ നടക്കുള്ളൂ. എന്റെ സുന്നത്ത് വയ്ക്കണേ. എന്റെ തൊപ്പിയുടെ അയച്ചു പോടുത്താ. അയച്ചു പോ. ഒറ്റ കാര്യം പറയാനുള്ളൂ. ക്ഷമ ഈമാന പൗതിയാണ്. ഇന്ന് ജോൾക്ക് വേണ്ടി ക്ഷമിച്ചു കൊടുത്താലേ ആകത്തെ എനിക്ക് പഠിച്ചോം ഇതിനുള്ള കോയിൻ തരും. ദുനിയാവ് തന്നെ ഒരു കോയിലിൽ 5 കോഴി ഉണ്ടാവും. അപ്പൊ ക്ഷമിച്ചു എനിക്ക്. പറഞ്ഞോണ്ട് ഞാന് ക്ഷമിക്കുകയാണ്. കളിയാ ആവശ്യമോ ചില പോയാ നടക്കാൻ കണ്ടു പോയി കൂടെ. ആ വള്ളം വെച്ചാ എന്നാലും എന്റെ കരിപ്പ് തീരുന്നില്ലല്ലോ. എന്റെ പുള്ളിക്കോയി ഓണം ഞാൻ ഇന്ന്. ചോറ് തിന്നോളേ, നാടൻ കോഴി. തിന്നല്ലേ? കട്ട ഹറാമായ മുതലാടി ഇജ്ജ് നക്കണത് ട്ടോ തൊൽച്ചിയേ. ആ
കട്ട് തന്നെയാണല്ലേ ശരിക്കും പറയാമല്ലേ തിന്നല് ഉസ്താദേ ആ കോയല്ലേ ഓളതുള്ളൂ അതിലുള്ള ചാറിൻ്റെ അല്ലേ അതിലുള്ള മല്ലിയും മുളകും ഉള്ളിയും തക്കാളി ഒക്കെ ഇൻ്റെ അല്ലേ നിങ്ങൾ ആ കറി കൂട്ടിക്കണ ചോറാൻ തിന്നോളൂ. ആ അത് ഇജ്ജ് പറഞ്ഞൊരു കാര്യമാണല്ലോ കോഴിയല്ലേ നമുക്ക് അറിയാമുള്ളൂ കറി നമ്മൾ തരാണല്ലോ ഹലാലാണല്ലോ ആ ചാറും കാണിക്കണേ ഞാൻ വെച്ചു അതെടുക്കണം ഉസ്താദേ ഒരു ഹറാം മൈക്ക് ചാടിയല്ലോ. വളക്കി ചാടിയ കോഴിയാണെങ്കിൽ അത് അറാമില്ല അയിന്നോട്ടെ. ആ അങ്ങനെ ഉണ്ടോ ഉസ്താദേ? ഞാൻ കുറച്ചും കൂടി സാറ് ഞാൻ പറഞ്ഞുതരാം. അതാ കുറച്ചുകൂടി 5-6 കഷ്ണം കൂടി ഹറാം മൈക്ക് ചാടിയിരുന്നു ഉസ്താദേ. ആ അത് കുഴപ്പമില്ല അത് നടന്നോട്ടെ. മജ്ജൽ മൂപ്പായിട്ട് ചവിണ് അല്ലെങ്കിൽ നാളെ കൂടി ആകുമ്പോ ഇളയാ നല്ലത്. പോയാട്ടോ. അസ്സലാമു അലൈക്കും.